ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളെല്ലാം തുറന്നു, എല്ലാ കുഞ്ഞുമക്കളും ഭയങ്കര ഹാപ്പി ആയിട്ട് സ്കൂളിലെല്ലാം പോകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് മക്കളും അതുപോലെ ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ അത് അന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇനി സ്കൂളെല്ലാം തുറന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു തിരക്ക് തന്നെയായിരിക്കും അല്ലേ. മക്കളെ സ്കൂളിൽ വിടണം, ഫുഡ് ഉണ്ടാക്കണം, കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ തന്നെ ഇതാ ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ തിരക്കും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ തന്നെ പ്രതിയേട്ടനും എണീറ്റ് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പ്രതിയേട്ടൻ്റെ സൈഡിൽ നിന്ന് ദോശ ഇട്ടിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം കട്ടൻ ചായ ആക്കി. പ്രതിയേട്ടന് ഇതാ ദോശ ഇട്ടുന്നു. നമ്മൾ തിരക്കേരി കൊണ്ടാണ് ദോശ ഇട്ടിന്, അതാണ് ദോശ ഇങ്ങനത്തെ കളറ്. പിന്നെ നല്ല തക്കാളി ചമ്മന്തി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം പിന്നെ ഞാൻ ഇതാ ചോറിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉച്ചക്കേ വരാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. 2:30 വരെയാണ് സ്കൂള്. അപ്പോൾ പ്രതിയായിട്ട് ഫുഡ് കഴിക്കാൻ വരും ഉച്ചക്ക്. അതുകൊണ്ട് എല്ലാം ആക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്ന് വെച്ചിട്ട് ഞാൻ വേഗം ചോറും കറിയെല്ലാം ആക്കാൻ നോക്കുവാണേ. അങ്ങനെ അടുക്കളയിൽ തിരക്കിട്ട പണി നടക്കുമ്പോഴാണ് നമ്മളെ ദേവൂട്ടിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായത്. നേരെ മുന്നിൽ കാണുന്ന വീടില്ലേ, ചുവന്ന കളറിൽ. അപ്പോൾ അടുത്ത കുട്ടി വന്നിട്ട് അമ്പാടി ഓൻ അമ്മേൻ്റെ നാട്ടിൽ പോയിട്ടുണ്ടായിനെ, കോട്ടയത്ത്. അപ്പോൾ കോട്ടയത്ത് നിന്ന് വന്നിട്ട് ദേവൂട്ടിക്ക് ഒരുപാട് ഗിഫ്റ്റെല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിനെ. അങ്ങനെ ദേവൂട്ടി ഇതാ അതെല്ലാം വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ക്ലിപ്പും മുടിക്ക് കെട്ടുന്നതും കളർ പെൻസിലും ക്രയോൺസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഫസ്റ്റ് ഡേ തന്നെ ദേവൂട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ദേവൂട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അമ്പാടി വന്നു എന്ന് പറഞ്ഞിട്ടാണ് വേഗം എഴുന്നേറ്റിട്ടുണ്ടായിനി. അപ്പോൾ ഗിഫ്റ്റും എല്ലാം കിട്ടിയാലും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അമ്പാടിയും ദേവൂട്ടിൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് കേട്ടോ. രണ്ടാൾ UKG-യിലേക്കാണ് ഇനി. അങ്ങനെ പിന്നെ വേഗം ഇതാ പ്രതിയേട്ടന് ചായ കൊടുത്തു. പിന്നെ പ്രതിയേട്ടന് 11 മണിക്ക് കഴിക്കാൻ ഫുഡ് കൊണ്ടുപോകണം, ഉച്ചക്ക് കഴിക്കാൻ വീട്ടിലേക്ക് വരും. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഇലയിൽ മതി, പാത്രമൊന്നും എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇല വാട്ടി. അതിനെന്തോ ഒരു വെള്ള കളർ ഉണ്ടായിന്, അതാണ് ഞാൻ തുടക്കുന്നത്. എന്നിട്ട് പിന്നെ വേഗം അതിൽ ദോശയും കറിയെല്ലാം ആക്കി കൊടുത്തുവേ. ഇനിയിപ്പം ദേവൂട്ടീനെ ഫുഡ് കഴിപ്പിക്കലാണ് അടുത്ത ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ദേവൂട്ടി പിന്നെ കറിയൊന്നും കൂട്ടൂല. അതുകൊണ്ട് ദേവൂട്ടിക്ക് ഇതാ ദോശയും പഞ്ചസാരയും കൊടുത്തിട്ടുണ്ട്. നന്ദു ഏകദേശം റെഡിയായിട്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ദേവൂട്ടിക്ക് ഇനി ഈ ദോശ ഇതെല്ലാം കൊടുത്തിട്ട് വേണം പിന്നെ കുളിപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിന്നേണ്ട കാര്യത്തിൽ ഭയങ്കര മടിയാണ് കേട്ടോ. അത് അവളെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വിധത്തിൽ ഞാൻ ഒരു ഭാഗം ദോശ എങ്ങനെയല്ലോ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്ദുവിനെ കൊണ്ട് പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൾ കുഞ്ഞായരേ അവൾക്ക് വേണ്ട ഫുഡെല്ലാം അവൾ തന്നാലെ കഴിക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. പിന്നെ വേഗം ദേവൂട്ടിനെ കുളിപ്പിച്ച് ഇതാ മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് പിന്നെ വളയും മാലയെല്ലാം ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അവർ വളയും ഇട്ട് കൊടുക്കുമ്പം കൈ വേദന എടുത്തു. അതുകൊണ്ടാണ് കേട്ടോ കരയുന്നത്. അതുവരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ആ വളയിട്ടിട്ട് കൈ വേദനിച്ചേരം ഒന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയേ, സുന്ദരി കുട്ടിയായിട്ടില്ല എൻ്റെ ദേവൂട്ടി. അപ്പം ഞാനൊരു ക്ലിപ്പെല്ലാം കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാ ക്ലിപ്പ് കുത്തിയെന്നും പറഞ്ഞിട്ടാണ് ഇപ്പം കരയുന്നത്. അപ്പം എൻ്റെ നന്ദൂട്ടി സുന്ദരിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാനും പെട്ടെന്ന് റെഡി ആയിട്ടിതാ നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേവൂട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ ദേവൂട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ മുന്നിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മാമ്മയും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ അവർ രണ്ടാളും ഇതാ മുന്നിൽ നടന്നു പോകുന്നുണ്ട്. ഞാനും നന്ദു ഇങ്ങനെ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് പുറകിലും പോവുകയാണേ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് ഒരു 9:30 എല്ലാം ആകുമ്പോൾ കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായത്. പിന്നെ 10 മണിയെല്ലാം ആകുമ്പോഴല്ലേ പരിപാടി തുടങ്ങുമല്ലോ. അങ്ങനെ പോയിട്ട് പിന്നെ കുറേ സമയം ദേവൂട്ടീൻ്റെ ക്ലാസ്സിലെല്ലാം ഇരുന്നു. ഇത് അവർക്ക് ഇങ്ങനെ കുറേ ബലൂണും പിന്നെ കിരീടവും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാവിടെ പരിപാടികളെല്ലാം നടന്നുകൊണ്ട് നിൽക്കുവാന്ന്. പ്രവേശനോത്സവത്തിൻ്റെ കുട്ടികളെല്ലാം പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ അവർക്ക് പിന്നെ എന്താണ് ഗിഫ്റ്റെല്ലാം കിട്ടി. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ബാഗും കൊടയും അതുപോലെ പിന്നെ LKG-യിലെ കുട്ടികൾക്കും UKG-യിലെ കുട്ടികൾക്കും പഠന കിറ്റും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അങ്ങനെ കരച്ചിൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഫസ്റ്റ് ഡേ കുഞ്ഞുമക്കളെല്ലാം ഭയങ്കര കരച്ചിലായിരിക്കൂലേ. എൻ്റെ ദേവൂട്ടി കരച്ചിലായിരുന്നു. ദേവൂട്ടിക്ക് ഇപ്രാവശ്യം കരച്ചിലില്ല, പക്ഷെ എൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ് നടക്കുന്നുണ്ടായിന്. പിന്നെ 2-ാമത്തെ ദിവസം കൊണ്ടാക്കുമ്പോൾ ചെറിയൊരു കരച്ചിലുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. എന്നാലും ആ കൊണ്ടാക്കുമ്പം ദേവൂട്ടിക്ക് ചെറിയൊരു കരച്ചിലൊരു സങ്കടം വരും. പിന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ദേവൂട്ടി പിന്നെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വിട്ടിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിനെ. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വീഡിയോ എല്ലാം എടുക്കാൻ പറ്റി. അപ്പോൾ ഇതാ കുട്ടികൾക്ക് ബാഗും കുടയെല്ലാം കൊടുത്ത് 1-2 കുട്ടികൾക്ക് മാത്രം സ്റ്റേജിൽ നിന്ന് കൊടുത്തു. ബാക്കി കുട്ടികൾക്ക് ക്ലാസ്സിൽ നിന്ന് കൊടുക്കുവാനേരെ. പിന്നെ ഇത് 2 കുട്ടികൾ ഇവിടുന്ന് ഡാൻസ് എല്ലാം കളിച്ചിട്ടുണ്ടായിനെ. പ്രവേശനോത്സവത്തിൻ്റെ ആ പാട്ടെല്ലാം വെച്ചിട്ട് അവർ ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം
പിന്നെ നേരെ കുട്ടികളെല്ലാം കൊണ്ട് ക്ലാസ്സിലേക്ക് പോയി കേട്ടോ. അപ്പം ബാക്കി ക്ലാസ്സിൽ നിന്ന് പിന്നെ അവർക്ക് പഠന കിറ്റും കാര്യങ്ങളെല്ലാം കിട്ടി. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പായസം ഉണ്ടായിരുന്നു, പായസം കുടിച്ചു, പാൽപ്പായസം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറും ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. ദേവൂട്ടി പായസം കുടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം ദേവൂട്ടിയുടെ ഒരു ഫ്രണ്ടും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നേ. കുറേ കുട്ടികളെല്ലാം അമ്മമാരുടെ കൂടെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുട്ടികൾ മാത്രമേ ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇവർ കളിക്കുന്നതുകൊണ്ട് നമ്മളും പിന്നെ അടുത്ത് തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ദേവൂട്ടികളാണ്, ഒരാൾ ദേവനന്ദിയും ഒരാൾ ദേവനിയും. അപ്പോൾ അവർ ഭയങ്കര കളിയായിരുന്നു. കളിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ അവർക്ക് ഫുഡ് കൊടുത്ത് നമ്മളും ഒന്ന് സ്കൂളിൽ നിന്ന് തന്നെ ചോറുണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ദേവൂട്ടിക്ക് ഒക്കെ കിട്ടിയ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പിന്നെ ആകാംക്ഷയായിരുന്നു കേട്ടോ, എന്താണ് അതിൻ്റെ ഉള്ളിലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ദേവൂട്ടിക്ക് കിട്ടിയത് ഒരു സ്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിനി. പിന്നെ അതുപോലെ എന്താണ് പെൻസില്, ക്രയോൺസ്, പിന്നെ റബ്ബർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് ഡേ കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിന്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാ കുഞ്ഞുമക്കളും. കുറച്ച് ലേറ്റായിട്ടായാലും എല്ലാവർക്കും ഞാൻ ആശംസ അറിയിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ സ്കൂളിൽ പോയ കുഞ്ഞുമക്കൾക്കും അതേപോലെ എല്ലാ കുട്ടികൾക്കും ഞാൻ എൻ്റെ ആശംസ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയില്ല ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.